അങ്ങനെ നമ്മൾ മീനുകളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനിടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ മീനിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പുതിയ വെള്ളത്തിൻ്റെ പുറമേ ഇട്ട് കുറച്ച് നേരം വെക്കേണ്ടി വരും. അപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ആയി കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിനിടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള പായലും കാര്യങ്ങളൊക്കെ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗപ്പിയുടെ ഫീമെയിലിനെ കണ്ടിട്ട് എന്തോ ഒരു പന്തിയുടെ വന്നിട്ടുണ്ട്. കാരണം അത് നീന്തുന്ന രീതി കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഗപ്പീസിൻ്റെ ഈ ഒരു ടാങ്കിനകത്ത് മൊത്തം പായലുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പായലിൻ്റെ താഴത്തായിട്ട് മറ്റേ ആ ഒരു സ്മെല്ലില്ല, ചെറിയൊരു സാധനം എപ്പോഴും ഒരുപാടുണ്ട് ഇതിനകത്ത്. നമ്മൾ എന്തോരം കളയാൻ ശ്രമിച്ചാലും ഇതുണ്ടാവും. ഇതേപോലെ ഇങ്ങനെ എല്ലാത്തിനും താഴത്തുണ്ടാവും. ഇതിനെങ്ങനെ കൊന്നു കളയാന്ന് എന്തെങ്കിലും ഐഡിയ ഉള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഇത് ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഈ പായൽ വരി വേറെ ഏതെങ്കിലും ഫിഷിൻ്റെ ടാങ്കിൽ കൊണ്ട് ഇട്ടാലും അതിനകത്ത് ഈ സംഭവം പെരുകി ഉണ്ടായി വരും. അക്വേറിയത്തിൽ കൊണ്ടിട്ട് അക്വേറിയം നമ്മൾ ഫുള്ള് റീസെറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നല്ല പായലുകളൊക്കെ എടുത്തിട്ട് പുതിയ ടാങ്കിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ഈ പായൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെറ്റായി വരും കേട്ടോ. ഇത് നമുക്ക് ഫൈറ്ററിന് ഇടാൻ വേണ്ടി ഞാൻ തൽക്കാലം ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഫൈറ്ററിന് ഇടാൻ ഇവിടെ സ്ഥലമില്ല. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്മുടെ വൈറ്റ് മോളി ഫിഷിൻ്റെ ഒക്കെ കൂട്ടത്തിലാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഒരു മാവിൻ്റെ താഴത്തേക്കാണ്. പകുതി വെയിൽ കിട്ടുന്ന രീതിയിലാണ്, പകുതി വെയിലും പകുതി തണലും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ടെമ്പറേച്ചറൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഫിഷിനെ ഇറക്കി വിടാം. നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ട്. അല്ലെങ്കിൽ ഒരു മൊയിനേനൊക്കെ വാങ്ങിച്ചിട്ട് മൊയിന കൾച്ചർ അങ്ങനെ കുറച്ച് മൊയിനേനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവർക്ക് ലൈവ് ഫുഡ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് ഇവരെല്ലാവരെയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ലൈവ് ഫുഡ് കൊടുത്താൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും ഫിഷിനൊക്കെ. അങ്ങനെ നമ്മുടെ പുതിയ ഫിഷിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. മെയിൽ കുഴപ്പമില്ല. ഫീമെയിലിൻ്റെ ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഫീമെയിലിനെ നീന്തന കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും ഒരു ദിവസം കിടക്കട്ടെ, നമുക്ക് നാളെ രാവിലെ ഒന്ന് നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും എന്താണെന്നുള്ളത്.